ഞാനൊരു KSUകാരനാണ്. പക്ഷേ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച SFIക്കാർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ പാർട്ടി ആദർശങ്ങൾ ഇതൊക്കെ എടുത്ത് ചവറ്റുകൊട്ടയിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ കത്തിച്ചറിയുക. കാരണം ഇതെല്ലാം വേസ്റ്റാണ്. ഇതെല്ലാം പഠിച്ച് തലയിൽ കൊണ്ടുനടന്ന് നീളം എന്തായി തീർന്നിട്ടുള്ളത് അല്ലേ? ഒരു നീതിബോധം ഇല്ലാത്ത ആയിട്ടാണ് നിങ്ങൾ മാറിയിരിക്കുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത 2-3 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ പക്വതയും ബുദ്ധി മാത്രമുള്ള മൃഗങ്ങളോട് ഇങ്ങനെ കൊല്ലാകൊല ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാണോ അവിടെ പറയാൻ തോന്നുന്നത്? ഞാൻ സത്യമായിട്ട് ചോദിക്കും, എങ്ങനെയാണോ പറയാൻ തോന്നുന്നത്? ഇതാണോ നിങ്ങളുടെ ആശയങ്ങളോ ആദർശങ്ങളോ അല്ല നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? പഠന കാലത്ത് ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അന്നേരം മുരുകൻ കാട്ടാക്കടയൊക്കെ കമ്മ്യൂണിസത്തെ കുറിച്ച് വിവരിക്കുന്നതൊക്കെ എനിക്ക് രോമാഞ്ചം വരുമായിരുന്നു. അതായത് ഒരു പുൽനാമ്പിനെയും പുഴുവിനെയും പോലും പരിഗണിക്കുന്ന, തുല്യമായിട്ട് കാണുന്ന ഒരു ആശയമാണ് കമ്മ്യൂണിസം എന്നൊക്കെ അവർ പറയുമ്പോൾ. ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇതെല്ലാം ഒരു തേങ്ങയാണ്. പുൽനാമ്പിന്റെ കാര്യം പോട്ടെ, എന്നെയോ നിന്നെയോ പോലെ വേദന അറിയാൻ പറ്റുന്ന ഈ കുഞ്ഞുങ്ങളോട് നിങ്ങൾ എന്താ കാണിക്കുന്നത്? അവരെ വെറും അടിമകളായിട്ടല്ലേ ഈ സമൂഹത്തിൽ വെച്ചിട്ടുള്ളത്. അവർക്കൊക്കെ എന്ത് പരിഗണനയാണ് നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കുക. ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു ദളിതനോ അല്ലെങ്കിൽ ഒരു കുഞ്ഞോ ഒരു കറുത്ത വർഗ്ഗക്കാരനോ ആരായാലും ഇന്ന് മൃഗങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ 100-ൽ 1 അംശമെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇത്രയും ചൂഷണം ചെയ്യപ്പെട്ട ഒരു വിഭാഗം ചരിത്രത്തിലോ അല്ല ഇന്നോ ഈ ലോകത്ത് എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്ന ഈ പാവം ജീവികളെ പരിഗണിക്കാത്ത നിന്റെയൊക്കെ ആശയം അതെന്താ ആശയം? അതിനെക്കൊണ്ട് എന്താണ് ഉപകാരം? നീ ഒരു KSUകാരനായതുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇൻ മാറ്റേഴ്സ് ഓഫ് കോൺഷ്യൻസ് ദർ ഈസ് നോ റൂൾ ഓഫ് മെജോറിറ്റി. അല്ലെ, നിങ്ങൾ 99% ആൾക്കാരും ഇനി തീരുമാനിക്കുന്നത് ഈ ജീവികളുടെ ചോര കുടിച്ചോണ്ട് തന്നെ ഇനിയും ജീവിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നീതി, ന്യായം, സത്യം ഇതൊന്നു മാത്രമേ ഉള്ളൂ. അത് ഈ മൃഗങ്ങളുടെ ഭാഗത്താണ്. അത് ഞാൻ പറയുന്നതാണ്. നാളത്തെ ചരിത്രത്തിൽ നിങ്ങളെ മാർക്ക് ചെയ്യപ്പെടാൻ പോകുന്നത് ചൂഷകരായിട്ടാണ്. അല്ലെ, പണ്ട് കാലത്ത് ദളിതരെ ചൂഷണം ചെയ്തിരുന്നവരെ പോലെ, സ്ത്രീകളെ, കറുത്ത വർഗ്ഗക്കാരെ ചൂഷണം ചെയ്തിരുന്ന ആ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വിഭാഗക്കാരെ നമ്മൾ ഇന്ന് എങ്ങനെ തിരിഞ്ഞു നോക്കുന്നു അതുപോലെ ആയിരിക്കും നാളത്തെ സമൂഹം നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അതിലും മോശമായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങളെ ചിലപ്പോൾ നോക്കിക്കാണാൻ പോകുന്നത്. കാരണം അവരോട് ചെയ്തിട്ടുള്ള, ദളിതരോടോ കറുത്ത വർഗ്ഗക്കാരോടോ ഒക്കെ ചെയ്തിട്ടുള്ളതിൻ്റെ 10 ഇരട്ടി 100 ഇരട്ടി വലിയ ക്രൂരതയാണ് ഇന്നത്തെ സമൂഹം മൃഗങ്ങളോട് ചെയ്യുന്നത്. ഇത് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും നെറികെട്ട കാര്യമാണ് മൃഗവ്യവസായം സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതൊരവസരമാണ് ചരിത്രത്തിൽ നേരിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും ഭാഗത്ത് നിങ്ങൾക്ക് നിലകൊള്ളാനുള്ള ഒരവസരം.